ചരിത്രപ്രസിദ്ധമായ ചെറായി വിജ്ഞാനവർദ്ധിനി സഭ ഗൗരീശ്വര ക്ഷേത്രത്തിലെ ചെറായി പൂരത്തിന് 25-ന് കൊടികേറി ഫെബ്രുവരി 3-ന് ആറാട്ടോടെ സമാപിക്കും. 25-ന് രാവിലെ 11-ന് പ്രസാദഊട്ട്, വൈകിട്ട് 5-ന് ചെറായി ഭക്തജനസമിതി കാവടി സംഘത്തിന്റെ കൊടിയേറ്റ കാവടി, രാത്രി 8-നും 8:30-നും മധ്യേ പറവൂർ രാകേഷ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കൊടികയറ്റും. 26-ന് രാവിലെ 9-ന് ഗൗരീശ്വര വനിതാ സംഘത്തിന്റെ നാരായണീയ പാരായണം, വൈകിട്ട് 5-ന് തിരുവാതിര, 5:30-ന് നൃത്ത സംഗീത വിരുന്ന്, രാത്രി 8-ന് കരോക്കെ ഗാനമേള. 27-ന് രാവിലെ 9-ന് രക്തേശ്വരി പാരായണ സമിതിയുടെ ദേവി മഹാത്മ്യ പാരായണം, വൈകിട്ട് 5-ന് അക്ഷരശ്ലോകം, 6-ന് കഥകളി, രാത്രി 8-ന് വിദ്യാലയ തരംഗ് എന്നിവയും നടക്കും. 28-ന് രാവിലെ 9:30-ന് ശ്രീനാരായണ ധർമ്മ പഠന പരിഷത്ത്, വൈകിട്ട് 5:30-ന് സോപാന സംഗീതം, 6:30-ന് സോപാന നൃത്തം, രാത്രി 8-ന് ഓട്ടൻതുള്ളൽ, 29-ന് രാവിലെ 9-ന് ഗുരുദേവ കൃതികളുടെ പാരായണം, വൈകിട്ട് 5-ന് ഭജൻ സന്ധ്യ, 6-ന് ശീതങ്കൻ തുള്ളൽ, 30-ന് രാവിലെ 9-ന് നാരായണീയ പാരായണം, വൈകിട്ട് 6-ന് ചാക്യാർകൂത്ത്, രാത്രി 8-ന് ഫ്യൂഷൻ ഡാൻസ്, 31-ന് രാവിലെ 9-ന് നാരായണീയ പാരായണം, വൈകിട്ട് 5-ന് സാംസ്കാരിക സമ്മേളനം. മാലിയങ്കര SNM കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ജിത TH ഉദ്ഘാടനം ചെയ്യും. ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ മുഖ്യാതിഥിയായിരിക്കും. രാത്രി 7-ന് സംഗീത നിശ. ഫെബ്രുവരി 1-ന് തൈപ്പൂയം, പുലർച്ചെ 4-ന് നവകലശാഭിഷേകം, 5-ന് തൈപ്പൂയാഭിഷേകം, രാവിലെ 9-ന് എടവനക്കാട് പഴനിയാണ്ടവ കാവടി സംഘത്തിന്റെ അഭിഷേക കാവടി, സ്കന്ദ പുരാണ പാരായണം, 11-ന് കാഴ്ച ശ്രീബലി, വൈകിട്ട് 6-ന് ചെറായി വടക്കും ഭാഗം ഗൗരീശ്വര വിലാസം കാവടി സംഘത്തിന്റെ ഭസ്മക്കാവടി, രാത്രി 8-ന് സംഗീത കച്ചേരി, 11-ന് പള്ളിവേട്ടയും എഴുന്നള്ളിപ്പും നടക്കും. ഫെബ്രുവരി 2-ന് ചെറായി പൂരം, രാവിലെ 8:15-ന് ഭഗവാന്റെ തിടമ്പേറ്റൽ ചടങ്ങ്, 8:30-ന് ശ്രീബലി, വൈകിട്ട് 3-ന് പകൽപൂരം, പുലർച്ചെ 1-ന് ആറാട്ട് എന്നിവയും നടക്കും. പത്രസമ്മേളനത്തിൽ VV സഭാ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ, ട്രഷറർ റെജി ഓടാശ്ശേരി, ദേവസ്വം മാനേജർ EK രാജൻ, മാനേജർ പ്രദീപ് പൂത്തേരി എന്നിവർ പങ്കെടുത്തു. ഇപ്രാവശ്യം കുറച്ചും കൂടി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ക്ഷേത്രകലകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. അത് ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ നാട്ടിൽ കുറെ അന്യം പോകുന്ന കുറെ കലാരൂപങ്ങളും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രകലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം സാധാരണ തീരുമാനം. പോരാത്തന്നെ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഒത്തിരി കലാകാരന്മാരെ ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഇപ്രാവശ്യം പറയാനുള്ള കൂടുതലുള്ള കാര്യം. പിന്നെ ക്ഷേത്രത്തിൽ ഇപ്രാവശ്യം നമ്മൾ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് കുറെ 112 വർഷത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിന് ഒത്തിരി ജീർണതകൾ സംഭവിച്ചിട്ടുണ്ട്. കാലാന്തരെ വന്നിട്ടുള്ള ജീർണതകളാണ്. ആ ജീർണതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നുണ്ട്. ചില കുറച്ച് കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും. ചില ആനകളുടെ എണ്ണത്തിലും ഇപ്പം കുറവ് വരുത്തിയിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചില കുറച്ച് സാമ്പത്തിക ചെലവുകൾ നമുക്ക് പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളിലൊരു കുറവ് വരുത്തിയിരിക്കുന്നത്. മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു അഭിഷേക കാവടിയുണ്ട്, കാലത്ത് ഈ കൊടിയേറ്റ കാവടിയുണ്ട്. ആ കൊടിയേറ്റ കാവടിയിലും ഇതേപോലെ തന്നെ അവർ സംഭാവനകൾ മറ്റുള്ളവർ കുറച്ചിട്ട് അവരുടെ പാർട്ടിസിപ്പേഷൻ ആ ദിവസങ്ങളിൽ ഉണ്ടാവും. മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം അതാത് ആഘോഷങ്ങൾ അതാത് രീതിയിൽ തന്നെ നടന്നു പോകും. ഇപ്പം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് 5 ആനയാണ്. അതായത് ഒരു ക്ഷേത്രമകാനവും ഈ 2 ചേരുവാരങ്ങളുടെ ഇരുണ്ടാനകളെ വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾക്ക് സഭയ്ക്ക് രജിസ്ട്രേഷൻ അനുസരിച്ച് 15 ആണ്ട് രജിസ്ട്രേഷൻ ഉണ്ട്. എങ്കിലും നമ്മൾ ഇപ്രാവശ്യം അതാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയ കൊടിമര പ്രതിഷ്ഠ വരുന്നുണ്ട്. അത് സമീപ സമയങ്ങളിൽ തന്നെ ഉണ്ടാവും. ആ സമയത്ത് നമുക്കൊരു ഉത്സവം നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആ സമയത്ത് നമ്മൾ സാധാരണ എല്ലാ കൊല്ലത്തേക്കാളും ഇതിനോട് ഗംഭീരമായ ഒരു രീതിയിൽ ഒരു ഉത്സവം നടത്താനായിട്ട് സഭ ആഗ്രഹിക്കുന്നു. അതാണ് ഇപ്രാവശ്യത്തെ ഈ ഉത്സവ സംബന്ധിയായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. ഈ വർഷം തന്നെ 2026-ൽ തന്നെ 2 ഉത്സവം നടത്തേണ്ട ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവത്തിൽ കുറച്ച് ആനകളുടെ മാത്രം കുറവ് വരുത്തിയിട്ടുള്ളൂ. എന്നാലും കേരളത്തിലെ ഏറ്റവും മികവാർന്ന നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ആനകളെ തന്നെയാണ് ഇപ്രാവശ്യം അണിനിരത്തുന്നത്.